കോങ്ങാട് MLA നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? നമ്മളിപ്പോൾ വളരെ നേരത്തെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് എല്ലാം തീരുമാനമാക്കിയതാണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ബോഡി ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി അതത് വീടുകൾ കൊണ്ടുപോയി അവരുടെ വീട്ടുകാരും പരിസരവാസികൾക്കും ഒക്കെ കാണാനുള്ള സംവിധാനം, അവരുടേതായിട്ടുള്ള പള്ളിയിൽ പ്രാർത്ഥന മറ്റു കാര്യങ്ങളെല്ലാം അവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു 8:30 മുതൽ 10 മണി വരെ ഇവിടെ പൊതുദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അവരുടെ ജുമാ മസ്ജിദിൽ സംസ്കാരം നടത്തും. ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മന്ത്രിമാർ 2 പേരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ MP രാജേഷും കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം സർക്കാരിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഈ വീടുകളൊക്കെ സന്ദർശിച്ചല്ലോ, എന്താണ് ആളുകളുടെ ഒരു വലിയ വേദനയിലാണല്ലോ ആളുകളൊക്കെ ഉള്ളത്? നമുക്കറിയാവുന്നല്ലോ, സ്വാഭാവികമായിട്ടും ഒരു വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് വളരെ വൈകാരികമായിട്ടാണ്. കാരണം ചെറിയ കുട്ടികളായതുകൊണ്ടും പെൺകുട്ടികളായതുകൊണ്ടും വളരെ മാനസികമായിട്ടുള്ളൊരു പ്രയാസത്തിലാണ്. നമുക്കൊക്കെ ഒരു അമ്മ എന്ന നിലയിലൊക്കെ നമുക്ക് വളരെ വളരെ വിഷമമുള്ള ഒരു വിഷയമാണ്. ആളുകൾ വളരെ വൈകാരികമാണ് പിന്നെ ഈ വിഷയത്തിനകത്ത്. പൊതുവേ ഈ പനയമ്പാടം വളവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശാശ്വതമായിട്ടൊരു പരിഹാരം, അതിൽ അപകടം ഇല്ലാതാക്കാൻ കണ്ടെത്തണം എന്നൊരു അഭിപ്രായമാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് 11 മണിക്ക് ഈ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം കളക്ടർ നേതൃത്വത്തിലുള്ള യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ആളുകൾ വലിയൊരു പരാതിയായി പറയുന്നത് തന്നെ ആ പ്രദേശത്തെ റോഡിൻ്റെ ഒരു പ്രശ്നമാണ്. റോഡിൻ്റെ ഈ വിഷയം അത് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ ഫണ്ട് ഉപയോഗിച്ച് നാഷണൽ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പദ്ധതിയാണ് ഇതിനകത്ത്. സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് ശാശ്വതമായ പരിഹാരത്തിനെല്ലാം കണ്ടെത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഒരു വലിയൊരു ശ്രദ്ധയുണ്ടാവണം. ഇവിടുത്തെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ CE ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ സംസാരിച്ചതിൻ്റെ റെക്ടിഫിക്കേഷന് വേണ്ടി ശ്രമം നടത്തിയാണ്. പക്ഷേ എന്നിട്ടൊന്നും കേന്ദ്ര ഗവൺമെൻറ് ആ നിലയിൽ ഒരു ശ്രമം നടത്തിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഗൗരവം അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം.